ആവറേജ് ക്ലൈമാക്സ് ഒക്കെ സ്ലോ ആയിട്ടാ പോകുന്നത്. നമ്മളെ സബ് ടൈറ്റിലൊക്കെ തമിഴിൽ എഴുതി കാണിക്കുന്നത്, ഇംഗ്ലീഷും കൂടെ ഉണ്ടായിരുന്നേക്കുള്ള. അതെ, മൊത്തം തമിഴ് സബ് ടൈറ്റിലായി. പിന്നെ പടം കൊള്ളാം, ആക്ഷനൊക്കെ കൊള്ളാം. ആവറേജ് ആയിപ്പോയി. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് വേറെ എന്തൊക്കെ പ്രതീക്ഷിച്ചു. ട്വിസ്റ്റൊക്കെ കുറച്ച് കൊള്ളാം. അതൊക്കെ തോന്നി, പക്ഷെ ഒന്നും വലിയതായിട്ട് ഒരു ഇനിയും കുറച്ചുകൂടെ നൈസായിട്ട് എടുക്കായിരുന്നു. പ്ലോട്ടൊക്കെ അടിപൊളിയായിരുന്നു. അത് ഒന്നുകൂടെ നൈസായിട്ട് കൊമേഴ്സ്യൽ എലമെന്റൊക്കെ മിക്സ് ചെയ്തിട്ട് നൈസായിട്ട് എടുക്കായിരുന്നു. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാ പോകുന്നത്. പക്ഷെ ക്ലൈമാക്സ് ഒക്കെ ഡൗൺ ആയിപ്പോയി. ക്ലൈമാക്സ് നല്ല രീതിയിൽ ഫ്ലാറ്റ് ആയിപ്പോയി. അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. അതായത് തമിഴ് സബ് ടൈറ്റിൽ മാത്രമേ ഉള്ളൂ, മലയാളം ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചധികം പോർഷൻ ഉണ്ട്. അല്ല, അത് സ്ഥിരം തമിഴ് പടം പോലല്ല. അവര് ഹോളിവുഡ് പടം, ഒരു ഹോളിവുഡ് പടത്തിന്റെ റീമേക്ക് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലൈനിലാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇത് ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒരു സുഖമില്ല. വിഷ്വലി നല്ല രസമുണ്ട്, പക്ഷേ മേക്കിംഗ് വിഷ്വലി വെൽ ഷോട്ടാണ്. പക്ഷെ ഇത് അത്ര ഇല്ല. തിയേറ്ററിൽ കാണുന്ന ടൈപ്പ് പടം പോലത്തെ ഒരു ഹൈ ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഒരു പടം. ഇല്ല, അങ്ങനെ അജിത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഒന്നും ഇല്ല ഇതിനകത്ത്. അങ്ങനെ തന്നെ പുള്ളിക്കാണ്ട് ഇൻട്രോയോ പരിപാടിയോ ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. ചുമ്മാ അങ്ങനെ ഒന്ന് കാണാം, പരിപാടി. കുഴപ്പമില്ല ബ്രോ, കുഴപ്പമില്ല. ഒരു ആവറേജ് ഓടായിട്ടാണ് തോന്നിയത്. ഈ പറഞ്ഞ ലാംഗ്വേജിന്റെ പ്രശ്നം സെക്കൻഡ് ഹാഫിന് ശരിക്കുണ്ട്. സെക്കൻഡ് ഹാഫിലെ മേജർ പാർട്ടുകളിലും അത് അഫക്റ്റ് ആയിട്ടുണ്ട്. തമിഴ് തന്നെയാണ് എഴുതി കാണിക്കുന്നത്, മലയാളത്തിൽ എഴുതി കാണിച്ചില്ല. അല്ല, പക്ഷേ മലയാളത്തിൽ ഇംഗ്ലീഷിൽ കാണിച്ചില്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വലിയ എന്തെങ്കിലും വരുമെന്ന് ഇല്ല. പ്രത്യേകിച്ച് മങ്കാത്തൊന്നുമല്ല പ്രതീക്ഷ വരുന്നത്, എന്നാലും ഡീസന്റ് സാധനം പ്രതീക്ഷയില്ല. അത് ഡീസന്റ് സാധനം അത്രേ ഉള്ളു, അതിൽ കൂടുതലൊന്നും ഇല്ല. നമ്മള് ഭയങ്കര അജിത്തിന്റെ പരിപാടിയൊന്നും ഇല്ല. സെക്കൻഡ് ഹാഫിലും ഇല്ല. അജിത്ത് ഭയങ്കര അജിത്തിന്റെ പെർഫോമൻസ് ഒന്നും കുറ്റം പറയുന്നില്ല, ഭയങ്കര രസമുണ്ട്. അജിത്ത് ആ ക്യാരക്ടറിനെ പിടിച്ചു പോയിട്ടുണ്ട്. പക്ഷെ സ്റ്റാർട്ടപ്പ് എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരന് കൊടുത്ത ക്യാരക്ടറിന്റെ രസമുണ്ട്. പക്ഷെ എവിടെയോ കണക്ഷൻ കിട്ടാത്തവരെ എനിക്ക് തോന്നി. എവിടെയോ എന്തോ എനിക്ക് അത്ര തോന്നിയില്ല. അല്ല, അങ്ങനല്ല, ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടല്ലോ. തൃശ്ശ വെഴുത വെച്ചേക്കണമെന്നല്ല, ഇമോഷണൽ കണക്ട് വേണമല്ലോ. ഉണ്ട്, തൃശ്ശക്ക് റോളുണ്ട്. എന്തൊരു സാധനം കിട്ടിയില്ല. അത് ആക്ഷനൊക്കെ നല്ല രസമുണ്ട്, നല്ല രീതിക്ക് അർജുൻ രസമുണ്ട്. ഈ പറയുന്ന അജിത്തും നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പഞ്ച് കിട്ടിയില്ല. അതാ തിയേറ്റർ വാച്ചിനുള്ളതുണ്ട്. ബിജിഎമ്മും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഞാൻ പറയാം, ഇതിനെ കാണാൻ കിട്ടൂല പടത്തിൽ. ഈ പറഞ്ഞ തന്നെയാണ്. പിന്നെ ലാംഗ്വേജിന്റെ ഒരു ചെറിയൊരു ഷോ, നമുക്ക് എക്സാക്ട് നമുക്ക് കാര്യം മനസ്സിലായില്ലേ, കാണുമ്പോ നമുക്ക് കഥ മനസ്സിലാവും. പക്ഷെ അതെ, ആസ് എ നമ്മളിപ്പോ കുറച്ച് ഡയലോഗ്സ് കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇമ്പാക്ട് സീൻസിന് വരുമെന്നാണ്. ഇമോഷണലി കണക്ട് ആവുന്നത് രസമുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് അത്ര പിടിച്ചിരുത്തത്തില്ല. ഈ പറഞ്ഞ പോലെ രസമാണ്. ആസ് എ ഒരു ഹോളിവുഡ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ കൊമേഴ്ഷ്യൽ പടം മാത്രം നോക്കരുത്. ഹോളിവുഡ് ലെവൽ മേക്കിംഗ് പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ 100% നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് അടിപൊളിയാണ്. ഇല്ല, ആസ് എ നോർമൽ ലോജിക്കൽ ഫൈറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ രസമുണ്ട്. നല്ല ക്വാളിറ്റിയാണ്, മേക്കിംഗ് ക്വാളിറ്റിയാണ് ഇതിന്റെ മെയിൻ. ക്ലൈമാക്സ് കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് തോന്നി. ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. സെക്കൻഡ് ഹാഫ് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ബാക്കിയോ അത് ലാംഗ്വേജ് വേറൊരു വെളിയിലത്തെ എന്തോ സാധനം, അത് മനസ്സിലാവുന്നില്ല. അതല്ല തമിഴ് സബ് ടൈറ്റിൽ, അതുകൊണ്ട് മനസ്സിലാവുന്നില്ല. അതെ, കുഴപ്പമില്ല, നല്ല ആക്ഷൻ ഒക്കെ ഉണ്ട്. ക്ലൈമാക്സ് കൊള്ളാം, ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടു കൊള്ളാം.